തരിച്ചിങ്ങനെ കേറി വന്നു. അയ്യോ പേടിച്ചിട്ടാ. നല്ലൊരു വാവ് ഫീലിംഗ് ആണ് പറഞ്ഞത്. ആദ്യമായിട്ടാണെങ്കിൽ ഒരു വലിയൊരു പബ്ലിക് പ്ലാറ്റ്ഫോമില് എന്ന് പറയാനും പെർഫോം ചെയ്യാനൊക്കെ പറ്റുന്നത്. ഞങ്ങൾ ഇന്ന് ഒരു 10 പേര് കൂടി എറണാകുളത്തുള്ള അരൂർക്ക് പോവാണ്. അപ്പൊ അവിടെ ഞങ്ങൾ മഴവിൽ മനോരമയുടെ സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത്. അവിടെ ഞങ്ങളുടെ ഒരു പ്രത്യേക പരിപാടിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന ഒരു ഫേമസ് പ്രോഗ്രാമാണ്. അപ്പൊ അതിലേക്ക് ഞങ്ങളെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് അതിന്റെ ഷൂട്ടിന് വേണ്ടി പോവാണ്. ഞങ്ങൾ 10 പേരുണ്ട്. ഒരു ചെറിയ പെർഫോമൻസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഇനി ഞങ്ങളെ TV സ്ക്രീനിൽ കാണാം. ഓക്കെ, സോ സീ യു, ബൈ. മനസ്സിൻ മഴയിൽ അലയായി ഞാൻ ദൂരെ, ഏതേതോ മേഘം പോലെ അലയുന്ന മോഹം തേടി. അച്ഛാ ടെൻഷൻ ഉണ്ടോ? പിന്നെ നല്ല ടെൻഷൻ ഉണ്ട്. എന്തിനാ? പെർഫോമൻസ് ഇല്ലല്ലേ? കാണാൻ പറ്റില്ല. പേരെന്താ? കാർത്തിക് മാത്രമല്ലോ. ഓ ഷോ, എന്റെ പേര് അറിയണ്ടേ? ചേട്ടല്ല, ബാബല മാമൻ തന്നെയാ. ബെൻസിലെ കാർ ഓടിക്കണം, ബെൻസ്. അതാണ്. എത്ര എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്? 5ാമത്തെ. എന്താ അല്ല, ഡാൻസിന്റെ ആണോ? അല്ല, ഇത് സ്കിറ്റ്. ഇന്നല്ല, നാളെ. ശരി, ഓക്കെ, ശരി. ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാം എല്ലാരും ഫോളോ ചെയ്യണം. ഏതാണ്ട് ഐഡി. ഓക്കെ. കണ്ടോ? എല്ലാരും ഫോളോ ചെയ്യും. ഓക്കെ. ഫോട്ടോ പിടിച്ച് അതന്നെ. എന്ത് മാമ വരാണല്ലേ? ഓക്കെ. അച്ഛാ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടത്തെ എക്സ്പീരിയൻസ്? ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു വാവ് ഫീലിംഗ് ആണ് പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ വലിയൊരു പബ്ലിക് പ്ലാറ്റ്ഫോമില് നിന്ന് പറയാനും പെർഫോം ചെയ്യാനൊക്കെ പറ്റുന്നത്. അത് മാത്രമല്ല, ഇത്രയും വലിയൊരു സെറ്റപ്പ് കണ്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. അവിടെ കയറി നിന്നപ്പോ ഉണ്ടല്ലോ, ഇങ്ങനെ തരിച്ചിങ്ങനെ കയറി വന്നു. അയ്യോ പേടിച്ചിട്ടാ. കാരണം അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. നമ്മൾ ടിവിയിൽ കാണുമ്പോൾ ഒരു മിനി സ്ക്രീനിലാണ്, പക്ഷെ ഇത് വലിയൊരു സ്റ്റേജ്. പിന്നെ ഒരുപാട് ലൈറ്റിങ്ങുകൾ, ഒരു 10,000-ഓളം ലൈറ്റിങ്ങുകൾ വരും അതിനകത്ത്. എന്നിട്ട് അവിടെ കയറി നിൽക്കുമ്പോ ഉണ്ടല്ലോ, കുറെ ക്യാമറകൾ, കുറെ കമ്പ്യൂട്ടറുകൾ, അവിടെ ടെക്നീഷ്യൻസ് കുറെ പേര്. അപ്പൊ നമ്മളെ എന്തോ ഒരു വലിയൊരു സംഭവത്തിൽ കയറി നിൽക്കണ പോലെ തോന്നി.
അതിനുശേഷം പക്ഷേ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉള്ളവരൊക്കെ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. നമ്മള് കൂളായത് കാരണം അവസാനം അതെന്ന് വെച്ചാൽ ഇപ്പൊ കാർത്തിക് സൂര്യ ആയാലും അതുപോലെ മഞ്ജു ചേച്ചി ആയാലും പിന്നെ ബിബിൻ ചേട്ടനായാലും എല്ലാവരും വളരെ കാഷ്വൽ ആയിട്ടാണ് സംസാരിക്കണേ, ഓഫ് ഹാൻഡ് ആയിട്ടാണ് സംസാരിക്കണേ. അതിലതൊന്നും സ്ക്രിപ്റ്റഡ് അല്ല. ഒരു ഈ കണ്ട സ്കിറ്റുകളൊക്കെ ആ സ്കിറ്റൊക്കെ ഇങ്ങനെ ത്രൂ ഔട്ട് അവരിങ്ങനെ ഒരു കട്ട് പോലും ഇല്ലാതെ ഒരൊറ്റ ടേക്കിലാണ് അത് എടുത്തുപോയത്. ഞങ്ങൾ കണ്ട സ്കിറ്റുകൾ 3 തകർപ്പനായിരുന്നു. അതില് അവര് എല്ലാ ഡയലോഗും കാണാതെ പഠിച്ചിരിക്കുകയാണ്. ഒന്നും ഇങ്ങനെ കട്ട് ചെയ്ത് തെറ്റിപ്പോയി അങ്ങനെയൊന്നുമില്ല. ത്രൂ ഔട്ട് ഒറ്റ ടേക്കിലാണ് എല്ലാം വന്നേക്കണേ. അത് ഹാറ്റ്സ് ഓഫ് ടു മനോരമ ആൻഡ് ദ എൻറ്റയർ ടീം. അതുപോലെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതിലും ഏറെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു മനോരമ. അച്ഛനെ എവിടേക്കാ? ഇനി വി ആർ ഗോയിങ് ടു ചെറായി ബീച്ച്. ഈ നിക്കണേല് റെഡ് ഫ്ലാഗിനെ കാണിച്ചു കണ്ടത്